Morning. Good morning, madam. Share ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ അല്ലേ സനില? ഓക്കെ ആണോ? യെസ്. അപ്പൊ 2-3 ദിവസമൊക്കെ എല്ലാവർക്കും വെക്കേഷൻ ഒക്കെ ആയിരുന്നല്ലേ? ഓക്കെ, ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല, അപ്പൊ ഫ്രീ ആയിരുന്നല്ലേ? നമ്മളപ്പോ കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് പോയിന്റ്സ് വരെയാ നമ്മള് കറണ്ട് ഇഷ്യൂസ് ആൻഡ് കൺസേൺസ് ഇവിടെ വരെയല്ലേ നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് നോക്കിയേ, ഹെൽത്ത് കെയർ ഓപ്പറേഷണൽ ചലഞ്ചസ്. ഒരു ആരോഗ്യ സംരക്ഷണ പ്രവർത്തന അവിടുത്തെ പ്രവർത്തനങ്ങളുടെ ചലഞ്ചസ് വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഹെൽത്ത് കെയർ ഓപ്പറേഷണൽ ചലഞ്ചസ്. ഹെൽത്ത് കെയർ ഓപ്പറേഷണൽ ചലഞ്ചസ് എന്ന് വെച്ചാൽ ആരോഗ്യ സംരക്ഷണ വെല്ലുവിളികൾ, അവിടുത്തെ പ്രവർത്തനങ്ങളുടെ, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളുടെ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ജസ്റ്റ് നോക്കിയേ. Operational efficiency in any organization is critical to success. അല്ലെ, ഏതൊരു സ്ഥാപനത്തിന്റെ, ഇപ്പൊ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ മറ്റേതൊരു സ്ഥാപനമാണെങ്കിലും അവിടുത്തെ പ്രവർത്തനങ്ങൾ അല്ലെ, കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം അല്ലെങ്കിൽ പ്രവർത്തനക്ഷമത എന്ന് പറയുന്നത് ഒരു വിജയത്തിന് നിർണായകമായ കാര്യമാണ്. ശരിയല്ലേ? നമ്മളിപ്പോ ഒരു വലിയൊരു ഹോസ്പിറ്റൽ ഉണ്ടാക്കി, ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കി, അവിടുത്തെ പ്രവർത്തനങ്ങൾ നല്ലല്ലെങ്കിൽ നമുക്കതൊരു പൂർണ്ണമായ ഒരു വിജയത്തിലേക്ക് എത്തുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവിടെ എന്താണ് ഒരു കാര്യക്ഷമ ഓപ്പറേഷണൽ എഫിഷ്യൻസി, അവിടുത്തെ പ്രവർത്തനക്ഷമത അല്ലെ, പ്രവർത്തനങ്ങള് അതിനെ ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ, അവിടെ ഒരു കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഏതാ ആ ഒരു സ്ഥാപനത്തിന്റെ വിജയത്തിന് നിർണായകമായിട്ടുള്ള കാര്യം. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ മോക്ക് ടെസ്റ്റുകളൊക്കെ നോക്കാറില്ലേ? മോക്ക് ടെസ്റ്റുകളൊക്കെ വായിച്ച് നോക്കണം കേട്ടോ. ഇതിനൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതിനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മോക്ക് ടെസ്റ്റിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നത്. അതൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ. അപ്പൊ ഇത് ഏതൊരു സ്ഥാപനത്തിനെയും, ഏതൊരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചാണെങ്കിലും ഏതൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ചാണെങ്കിലും അവിടുത്തെ വിജയത്തിന് പ്രവർത്തനക്ഷമത എന്ന് പറയുന്നത് അല്ലെ, അല്ലെങ്കിൽ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം വളരെയധികം വിജയത്തിന് വളരെയധികം നിർണായകമാണ്. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഫേസസ് ആൻഡ് ഇൻക്രീസ്ഡ് ചലഞ്ചസ് ടു പ്രോപ്പർലി യൂട്ടിലൈസ് റിസോഴ്സസ്, ഇംപ്രൂവ് കെയർ ആൻഡ് ലോവർ കോസ്റ്റ്. ഓക്കെ, നമുക്കപ്പോ ഈ അവിടുത്തെ റിസോഴ്സുകള്, ഇപ്പൊ ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് അവിടുത്തെ റിസോഴ്സുകള്, വിഭവങ്ങൾ ശരിയായി വിനിയോഗിക്കുന്നതിനും, പ്രോപ്പർലി യൂട്ടിലൈസ് ദ റിസോഴ്സ്, അവിടുത്തെ റിസോഴ്സുകള് ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതിനും, ഇംപ്രൂവ് കെയർ, അവിടുത്തെ കെയർ ആ പരിചരണം മെച്ചപ്പെടുത്തുന്നതിനും, കോസ്റ്റ് കുറയ്ക്കുന്നതിനും, ചിലവ് കുറയ്ക്കുന്നതിനും ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു? ഒരു വലിയൊരു വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നേരിടുന്നു. ഈ ഹെൽത്ത് കെയർ ഓപ്പറേഷൻ ഫേസസ് ആൻഡ് ഇൻക്രീസ്ഡ് ചലഞ്ചസ്, ഒരു വർദ്ധിച്ച വെല്ലുവിളി നേരിടുകയാണെന്ന്. എന്താണ് ആ വെല്ലുവിളികൾ പറഞ്ഞേക്കണേ? അവിടുത്തെ റിസോഴ്സുകള് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നതിനും, അവിടുത്തെ രോഗി പരിചരണം മെച്ചപ്പെടുത്തുന്നതിനും, ഇനി കോസ്റ്റ്, ഇപ്പൊ പേഷ്യൻസിനോടാണെങ്കിലും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വരുന്ന ചെലവുകൾ കുറയ്ക്കുന്നതിനും ഒരു വർദ്ധിച്ച വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആര്? ഈ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ഫേസസ് ആൻഡ് ഇൻക്രീസ്ഡ് ചലഞ്ചസ്. എന്തിനാണ്? അവിടുത്തെ റിസോഴ്സുകൾ ഉപയോഗിക്കുന്നതിനും കെയർ മെച്ചപ്പെടുത്തുന്നതിനും കോസ്റ്റ് കുറയ്ക്കുന്നതിനും വർദ്ധിച്ച വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിനെ കുറയ്ക്കണമെങ്കിലോ? ബൈ റെഡ്യൂസിങ് ബോട്ടിൽനെക്സ് എന്ന് പറഞ്ഞാൽ തടസ്സങ്ങള്. By reducing bottlenecks and implementing solutions that will drive effective solution to common problems any business
can thrive. Thrive എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധി പ്രാപിക്കാം. ബിസിനസ് അഭിവൃദ്ധി പ്രാപിക്കാൻ പറ്റും. ഇനി എന്താ പറഞ്ഞേക്കുന്നത്, അവിടെ നമ്മുടെ തടസ്സങ്ങൾ കുറയ്ക്കുന്നതിനും. അപ്പൊ ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ നേരിടുന്ന വെല്ലുവിളികള് അല്ലെ, അതെന്തുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. ആ വെല്ലുവിളികള് അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന ആ തടസ്സങ്ങള് കുറയ്ക്കുന്നതിന്, നോക്കിയേ, തടസ്സങ്ങൾ കുറയ്ക്കുന്നതിനും അതുപോലെ സാധാരണ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം കാണുന്നതിനും, that will drive effective solution to common problem. ആ സാധാരണ പ്രശ്നങ്ങൾ അതിന് ഫലപ്രദമായിട്ടുള്ള ഒരു പരിഹാരങ്ങൾ നടപ്പിലാക്കി ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു ബിസിനസ് സ്ഥാപനവും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ ഏത് സ്ഥാപനവുമായെങ്കിലും അത് അഭിവൃദ്ധി പ്രാപിക്കാൻ പറ്റും. ഈ തടസ്സങ്ങള്, ഈ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ കുറയ്ക്കുന്നതിനും അതിനുള്ള സൊല്യൂഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ നടപ്പിലാക്കുക. അതിനുള്ള സൊല്യൂഷൻസ് നടപ്പിലാക്കുന്നതിനും അതുപോലെ തന്നെ സാധാരണ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ, ഫലപ്രദമായിട്ടുള്ള ഒരു പരിഹാരങ്ങള് നടപ്പിലാക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ തടസ്സങ്ങളെ നമുക്ക് കുറയ്ക്കാനും അതുപോലെ ആ ഒരു ബിസിനസ്സിന് അഭിവൃദ്ധി പ്രാപിക്കാനും പറ്റും. അപ്പൊ എന്താണ് ആ ഒരു ഓർഗനൈസേഷൻ നേരിടുന്ന ഒരു വെല്ലുവിളികൾ എന്ന് മനസ്സിലാക്കിയിട്ട് അതിനൊരു ഫലപ്രദമായിട്ടുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ നടപ്പിലാക്കുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും എന്നാ പറഞ്ഞേക്കണേ, ഏതൊരു ബിസിനസ്സിനും അഭിവൃദ്ധി പ്രാപിക്കാൻ പറ്റും അല്ലെ. എന്താണ് ആ വെല്ലുവിളി നേരിടുന്ന മേഖലകള്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ ആ വെല്ലുവിളികൾ നേരിടുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ എന്താണോ തടസ്സങ്ങള് അല്ലെ, ആ തടസ്സങ്ങള് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഒരു നല്ലൊരു സൊല്യൂഷൻ അതിന് കൊണ്ടുവരുവാണെങ്കിൽ, ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ നടപ്പിലാക്കുക, അതിനൊരു നല്ലൊരു സൊല്യൂഷൻ നടപ്പിലാക്കുകയാണെങ്കിൽ എന്ത് പറ്റും, ആ ബിസിനസ് വിജയിക്കാൻ പറ്റും. ക്ലിയർ ആയോ പറയണേ? ഓൾമോസ്റ്റ് ഓക്കെ. ഇനി അടുത്ത പാരഗ്രാഫിൽ നോക്കിയ, അപ്പൊ അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. ഡാഷ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇൻ ഓർഗനൈസേഷൻ ഇസ് ക്രിട്ടിക്കൽ ടു ഡാഷ്, അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഫസ്റ്റ് ഡാഷ് ഇൻ എനി ഓർഗനൈസേഷൻ ഇസ് ക്രിട്ടിക്കൽ ടു സക്സസ്, അത് ഫസ്റ്റ് സെന്റൻസ് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ രണ്ടാമത്തെ സെന്റൻസ് നോക്കിയേ, എന്താണ് അവിടെ ആ ഒരു ചലഞ്ചസ് എന്ന് പറയുന്ന ഫേസ് ചെയ്യുന്ന ആ ഒരു വെല്ലുവിളി എന്തിനെ സംബന്ധിച്ചുള്ളതാണ്, അവിടുത്തെ റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യുക, കോസ്റ്റ് കുറയ്ക്കുക, കെയർ മെച്ചപ്പെടുത്തുക എന്നിവയെ സംബന്ധിച്ച വെല്ലുവിളികൾ ഓരോ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഫേസ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ ഫേസ് ചെയ്യുന്ന ആ വലിയ ഒരു വെല്ലുവിളിയാണത്. ഇനി അത് കുറയ്ക്കാൻ എന്ത് ചെയ്യണം, നമ്മൾ അതിനുള്ള കോമൺ പ്രോബ്ലംസിന് ഒരു ഫലപ്രദമായിട്ടുള്ള സൊല്യൂഷൻ നടപ്പിലാക്കുന്നതിലൂടെ ആ തടസ്സങ്ങളെ നമുക്ക് കുറയ്ക്കാനും അതുപോലെ ബിസിനസ് അഭിവൃദ്ധി പ്രാപിക്കാനും പറ്റും. രണ്ട് സെന്റൻസ് ആ പാരഗ്രാഫിൽ നിന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. ഇനി as any healthcare leader can attest, especially hospital leadership, this is often easier said than done. നോക്കേ, ഏതൊരു ഹെൽത്ത് കെയർ ലീഡർ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പറയാണ് ഹോസ്പിറ്റൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഓഫൺ ഈസിയർ അതായത് നമുക്കത് പറയാനായിട്ട് എളുപ്പമാണ്, പക്ഷെ അത് ചെയ്യുന്നതിനേക്കാളും അല്ലെ ആ ഒരു ലീഡർഷിപ്പ്, അവിടുത്തെ കാര്യങ്ങള്, നമ്മള് ഒരു ഹോസ്പിറ്റൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ മേൽനോട്ടം അല്ലെ, അല്ലെങ്കിൽ അതിന്റെ നേതൃത്വം, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപ്പിലാക്കാനായിട്ട് അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അത് പറയുന്നതിനേക്കാൾ, പറയാനായിട്ട് ഈസിയാണ്, പക്ഷെ ഏതാണ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് ചെയ്യാനായിട്ട് എന്ന് പറയുന്നത് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ചെയ്യാനാണ് അത് ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. ഒരു ലീഡർഷിപ്പ്, ഹോസ്പിറ്റൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. Then effective operation management is not a one-time task. It requires proper decision making. ഒരു ഫലപ്രദമായിട്ടുള്ള പ്രവർത്തന മാനേജ്മെന്റ് എന്ന് പറയുന്നത് വൺ ടൈം ടാസ്ക് അല്ല, ഇറ്റ്സ് നോട്ട് എ വൺ ടൈം ടാസ്ക്. അതിന് എന്ത് വേണം, ഇറ്റ് റിക്വയർ
പ്രോപ്പർ ഡിസിഷൻ മേക്കിംഗ്. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാക്കണം അല്ലെ? ഒരു പ്രോപ്പർ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് ഒരു ഫലപ്രദമായിട്ടുള്ള പ്രവർത്തന മാനേജ്മെന്റിന് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഒരു ശരിയായിട്ടുള്ള ഒരു തീരുമാനം എടുക്കൽ. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഇനി അതിനകത്ത് വന്നേക്കണം നോക്കിയേ, ക്യാപ്ചറിങ്, assessing and optimizing data is the first step down the pathway of success. Underline ചെയ്ത സെന്റൻസ് എന്തൊക്കെയാണ്? ക്യാപ്ചർ ചെയ്യുക, അതിനെ ഡേറ്റാനെ അസസ് ചെയ്യുക, ആൻഡ് ഒപ്റ്റിമൈസിങ്, ആ ഡേറ്റാസ് പ്രയോഗത്തിൽ കൊണ്ടുവരിക. ഒപ്റ്റിമൈസിങ് ഡേറ്റ, അതാണ് ഏതെന്ന് പറയുന്നത് is the first step down the pathway of success. വിജയത്തിലേക്കുള്ള ആദ്യ പടി, വിജയത്തിന്റെ ആ ഒരു പാതയിലേക്കുള്ള ആദ്യ പടി ഏതാണ്? ക്യാപ്ചറിങ്, അസസിങ് ആൻഡ് ഒപ്റ്റിമൈസിങ് ഡേറ്റ is the first step down the pathway of success. അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. വിജയത്തിലേക്കുള്ള ഒരു ആദ്യ പടി എന്ന് പറയുന്നത് എന്താണ്? ക്യാപ്ചറിങ്, അസസിങ് ആൻഡ് ഒപ്റ്റിമൈസിങ് ഡേറ്റ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. If you are tasked with improving care, improving clinical operation and maximizing financial outcome, how do you utilize the data at hand to do so? ഇനി നമുക്ക് ഈ ഒരു കെയർ മെച്ചപ്പെടുത്താൻ എടുക്കാന്നൊക്കെ, ഇംപ്രൂവിങ് കെയർ, നമുക്ക് ആ ഒരു പരിചരണം, നമ്മൾ കൊടുക്കുന്ന ഒരു കെയർ അത് ഇംപ്രൂവ് ചെയ്യാൻ, അതുപോലെ ക്ലിനിക്കൽ പ്രവർത്തനങ്ങള് ഇംപ്രൂവ് ചെയ്യാൻ, ഇംപ്രൂവിങ് ക്ലിനിക്കൽ ഓപ്പറേഷൻസ്, അതുപോലെ ആൻഡ് മാക്സിമൈസിങ് ഫിനാൻഷ്യൽ ഔട്ട്കം, ആ ഫിനാൻഷ്യൽ ഔട്ട്കം നമുക്ക് സാമ്പത്തിക ഫലങ്ങള് പരമാവധിയാക്കാനും നമ്മളെ അതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് അങ്ങനെയുള്ള ഒരു ടാസ്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ നമ്മുടെ കയ്യിലുള്ള ഡേറ്റാസ് നമ്മൾ എങ്ങനെ അത് കാര്യക്ഷമമായിട്ട് വിനിയോഗിക്കും. ഹൗ ഡു യു യൂട്ടിലൈസ്, നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്ന എന്ത് ഡേറ്റ, ആ ഡേറ്റ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും അതാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച ഒരു ഹോസ്പിറ്റൽ ലീഡർഷിപ്പ്, അതായത് ഹോസ്പിറ്റലിന്റെ നേതൃത്വം എന്നുള്ളൊരു ടാസ്ക്, അതായത് അവിടുത്തെ കെയർ മെച്ചപ്പെടുത്താൻ, ക്ലിനിക്കൽ പ്രവർത്തനങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ, ഫിനാൻഷ്യൽ ഔട്ട്കം പരമാവധിയാക്കാൻ, അങ്ങനെയുള്ള ഒരു ടാസ്ക് അത് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഡേറ്റാസ് എങ്ങനെ നമ്മൾ അത് വിനിയോഗിക്കും? ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അവിടെ ചോദിച്ചേക്കുന്നതാണ്. അതിനകത്ത് നമ്മുടെ 2 സെന്റൻസ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തതാണ്. എഫക്റ്റീവ് ഓപ്പറേഷൻ മാനേജ്മെന്റ് is not a one-time task. It requires എന്ത് വേണം? പ്രോപ്പർ ഡിസിഷൻ മേക്കിംഗ്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള തീരുമാനം എടുക്കണം. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് ഡൗൺ ദ പാത്വേ ഓഫ് സക്സസ് ഏതാ? ക്യാപ്ചറിങ്, അസസിങ് ആൻഡ് ഒപ്റ്റിമൈസിങ് ഡേറ്റ. 2 സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് ആ പാരഗ്രാഫിലെ ഓക്കെ ആണോ? 2 സെന്റൻസ് മാത്രം. മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളോട് അങ്ങ് ചോദിച്ചേക്കാം, നമ്മൾ എങ്ങനെ ഡേറ്റാസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന ചോദിച്ചേക്കുന്നത്. Rising overhead in healthcare are becoming key challenges in the industry as they are negatively impacting all those who are part of the ecosystem. Be it the provider or patient care are witnessing increasing emphasis. ഇവിടെ പറഞ്ഞേക്കുന്ന ഈ നമ്മുടെ ഒരു ഹെൽത്ത് കെയറിന്റെ വർദ്ധിച്ചു വരുന്ന ചെലവുകള് നമുക്കറിയാം. ഒരു ആരോഗ്യ പരിചരണ അല്ലെ ആരോഗ്യ സംരക്ഷണത്തിന് വർദ്ധിച്ചു വരുന്ന ചെലവുകള് അല്ലെ, ഒരു ഹെൽത്ത് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അതിന്റെ ഒരു നടപ്പിലാക്കുന്നതിനൊക്കെ വരുന്ന കോസ്റ്റ്, വർദ്ധിച്ച അല്ലെങ്കിൽ വരുന്ന അധിക ചെലവുകള് and becoming key challenges in the industry as negatively impacting and all those who are the part of the ecosystem. ഒരു ആരോഗ്യ സംരക്ഷണത്തിലുള്ള വർദ്ധിച്ചു വരുന്ന ഒരു അധിക ചെലവ് വ്യവസായത്തിന്റെ നമുക്കൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ട് മാറുന്നു അല്ലെ. ഒരു വർദ്ധിച്ച ചെലവ് അല്ലെങ്കിൽ അവിടെ വരുന്ന ഹെൽത്ത് കെയറിൽ വരുന്ന അധിക ചെലവ് ഒരു വലിയൊരു വെല്ലുവിളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്താ? അവ എക്കോസിസ്റ്റത്തിന്റെ നമ്മുടെ
പരിസ്ഥിതി വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള എല്ലാത്തിനെയും ആ ഒരു ചെലവ് എന്ത് ചെയ്യുന്നു, ബാധിക്കുന്നുണ്ട്, പ്രതികൂലമായി ബാധിക്കുന്നു. അത് പ്രൊവൈഡർ ആയാലും പേഷ്യന്റ് ആയാലും വർദ്ധിച്ചു വരുന്ന ആ ഒരു ചെലവിന് അവര് വിറ്റ്നസ് ആവുന്നു, അതിന് സാക്ഷ്യം വഹിക്കുന്നു. ഇനി നിങ്ങൾ അവിടെ നോക്കേണ്ടത് ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ വരുന്ന ഒരു ചലഞ്ച്, ഒരു കീ ചലഞ്ചസ് എന്ന് പറയുന്നത് ഏതാണ്? ഹെൽത്ത് കെയറിൽ വരുന്ന അധിക ചെലവ്, റൈസിംഗ് ഓവർഹെഡ്സ് ഇൻ ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയറിൽ വരുന്ന അധിക ചെലവ് എന്താ? ആർ ബിക്കമിങ് കീ ചലഞ്ചസ് ഇൻ ദ ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിയിലുള്ള പ്രധാനപ്പെട്ട ചലഞ്ചസിൽ വരുന്നതാണ്. Rising overheads in healthcare are becoming key challenges with the industry. അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ സെന്റൻസ്. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്നത് അത് ഹെൽത്ത് കെയർ നേരിടുന്ന ചലഞ്ചസ് വരുന്ന മേഖലകളാണ് കേട്ടോ. ആ പോയിന്റ് ആയിട്ട് തന്നേക്കുന്നത് ഏരിയാസ് ഓഫ് ചലഞ്ചിങ് ഫേസിങ് ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയർ നേരിടുന്ന ചലഞ്ചസ് വരുന്ന മേഖലകൾ, ഹെൽത്ത് കെയർ നേരിടുന്ന വെല്ലുവിളികൾ, ആ ചലഞ്ചസ് ഫേസ് ചെയ്യുന്ന ഏരിയകൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഏരിയാസ് ഓഫ് ചലഞ്ചസ് ഫേസിങ് ഹെൽത്ത് കെയർ. ഓക്കെ, ട്രീറ്റ്മെന്റ് അപ്രോച്ച് ആൻഡ് ഇറ്റ്സ് ജസ്റ്റിഫിക്കേഷൻ. ട്രീറ്റ്മെന്റിന്റെ സമീപനവും ഇപ്പൊ നമ്മൾ പണ്ടത്തെ ആ ഒരു ട്രീറ്റ്മെന്റ് പോലെ അല്ല ഇപ്പൊ അല്ലെ. ട്രീറ്റ്മെന്റ് അപ്രോച്ച് കംപ്ലീറ്റ്ലി എന്താ ഇത് മാറിയിട്ടുണ്ട് അല്ലെ. അതായത് ട്രീറ്റ്മെന്റിന്റെ ആ ഒരു സമീപനവും ആൻഡ് ഇറ്റ്സ് ജസ്റ്റിഫിക്കേഷൻ, അതിന്റെ ന്യായീകരണവും. ചലഞ്ചസ് വരുന്ന ഫേസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് കേട്ടോ അത്. ഏതാണ് ഫസ്റ്റ് ചലഞ്ചസ് വരുന്നതെന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് അപ്രോച്ച് ആൻഡ് ഇറ്റ് ജസ്റ്റിഫിക്കേഷൻ. ട്രീറ്റ്മെന്റിന്റെ സമീപനവും അതിന്റെ ഒരു ന്യായീകരണവും. ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ ഓർ റിസോഴ്സസ് പ്രൊവൈഡഡ്. രണ്ടാമത്തേതാ? ഹെൽത്ത് കെയറിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ. ഒരു ആരോഗ്യ പരിചരണത്തിന്റെ ഒരു അടിസ്ഥാന സൗകര്യങ്ങള് അല്ലെങ്കിൽ റിസോഴ്സുകള് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള അതിനുള്ള റിസോഴ്സുകൾ, വിഭവങ്ങള്. Then cost of the treatment. അടുത്തത് ഏതാണ് ചലഞ്ചസ് വരുന്ന ഏരിയ? ട്രീറ്റ്മെന്റിന്റെ കോസ്റ്റ്. ഒന്നാമത്തേതാണ് കോസ്റ്റ് ഓഫ് ദ ട്രീറ്റ്മെന്റ്. കോസ്റ്റ് ഓഫ് ദ ട്രീറ്റ്മെന്റ്, ട്രീറ്റ്മെന്റിന്റെ കോസ്റ്റ്. അടുത്ത് നോക്കിയാൽ ഇൻക്ലൂഡിങ് ഏതൊക്കെയാ കോസ്റ്റിൽ വരുന്നത്? കൺസൾട്ടിങ്, പ്രിസ്ക്രിപ്ഷൻസ്, മെഡിക്കേഷൻ, ഹോസ്പിറ്റൽ കെയർ. കൺസൾട്ടിങ്ങിന് വരുന്ന കോസ്റ്റ്, പ്രിസ്ക്രിപ്ഷൻസ്, മെഡിക്കേഷൻ, പ്രിസ്ക്രിപ്ഷൻസ് അതിന് വരുന്ന അത്, ഹോസ്പിറ്റൽ കെയർ, ഹോസ്പിറ്റൽ പരിചരണ, ഇതിലൊക്കെ വരുന്ന കോസ്റ്റ്, അതായത് ട്രീറ്റ്മെന്റിന്റെ കോസ്റ്റ്. വെല്ലുവിളി നേരിടുന്ന ഒരു ഏരിയ ആണ്. അടുത്ത് നോക്കിയാൽ ടൈം ഓഫ് റിക്കവറി. റിക്കവറി ടൈം നമ്മൾ അത് റിക്കവറി ആവുന്ന ടൈം എന്ന് പറയുന്നത് ടൈം ഓഫ് റിക്കവറി. പോസ്റ്റ് ട്രീറ്റ്മെന്റ് ഫോളോ ഓർ മെഡിക്കൽ കെയർ. പോസ്റ്റ് ട്രീറ്റ്മെന്റ് ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റിന് ശേഷമുള്ള ഫോളോ അപ്പ്. ട്രീറ്റ്മെന്റിന് ശേഷമുള്ള ഫോളോ അപ്പ്. ഇപ്പൊ നമ്മളോടൊക്കെ ട്രീറ്റ്മെന്റ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യാൻ പറയാറില്ലേ, ഫോളോ അപ്പ് പോലെ അല്ലെ. ഒരു മാസം നിങ്ങളത് ഫിസിയോതെറാപ്പി ചെയ്യണം പറയാം, ഫോളോ അപ്പുകൾ തരും. നമ്മൾ കുറച്ച് അഡ്മിറ്റ് ആയി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ ട്രീറ്റ്മെന്റിന് ശേഷം അവർ ഫോളോ അപ്പുകൾ തരാറുണ്ട് അല്ലെ. ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യാൻ പറയാറില്ലേ, അങ്ങനെ അത്. ഓർ മെഡിക്കൽ കെയർ, പോസ്റ്റ് ട്രീറ്റ്മെന്റ് ഫോളോ ഓർ മെഡിക്കൽ കെയർ. അടുത്തതാണ് ഇൻഷുറൻസ് കവറേജ്. ഇൻഷുറൻസ് കവറേജ്, ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസസ്. ഇൻഷുറൻസ് കവറേജ്. ക്ലൈം സെറ്റിൽമെന്റ് ടൈം ആൻഡ് പ്രൊസീജിയർ. അടുത്താണ് ക്ലൈം സെറ്റിൽമെന്റ് ടൈം, അതിന്റെ ആ ക്ലൈം സെറ്റിൽ ചെയ്താനുള്ള പ്രൊസീജിയർ, നടപടിക്രമങ്ങള്, ടൈം. ക്ലൈം സെറ്റിൽമെന്റ് ടൈം. ഓക്കെ, ഇതൊക്കെയാണ് ആ വെല്ലുവിളികൾ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. ഹെൽത്ത് കെയർ നേരിടുന്ന വെല്ലുവിളി വരുന്ന മേഖലകള്. അതിന്റെ മുകളിൽ വേണമെങ്കിൽ ഒരു ഹെഡിങ് പോലെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ഏരിയാസ് ഓഫ് ചലഞ്ചസ്, ഏരിയാസ് ഓഫ് ചലഞ്ചസ് ഫേസിങ് ഹെൽത്ത് കെയർ. ഈ ഒരു ഏരിയകളിലൊക്കെ
വെല്ലുവിളികൾ നേരിടാം. ഏതൊക്കെയാണ് പോയിന്റ്സ് പറഞ്ഞത്? ട്രീറ്റ്മെന്റ് അപ്രോച്ച് ആൻഡ് ജസ്റ്റിഫിക്കേഷൻ, ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങള് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന റിസോഴ്സുകള്. പിന്നെ മൂന്നാമത്തെ കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ്, ട്രീറ്റ്മെന്റിന്റെ കോസ്റ്റ്. അടുത്തതാണ് ടൈം ഓഫ് റിക്കവറി. ദെൻ അടുത്തത് പോസ്റ്റ് ട്രീറ്റ്മെന്റ് ഫോളോ അപ്പുകള്. ദെൻ ഇൻഷുറൻസ് കവറേജ്. അടുത്തതാണ് ക്ലൈം സെറ്റിൽമെന്റ് ടൈം ആൻഡ് പ്രൊസീജിയർ. ക്ലൈംസ് ഒക്കെ സെറ്റിൽ ചെയ്യാനുള്ള അതിനെടുക്കുന്ന ടൈമും അതിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങൾ, പ്രൊസീജിയർ. അടുത്ത ഒരു പാരഗ്രാഫ് നോക്കിയേ. ഹോസ്പിറ്റൽസ്, മാനുഫാക്ചറേഴ്സ്, ഡോക്ടേഴ്സ്, insurance companies and patients all are looking forward to efficient means to better these. ഹോസ്പിറ്റലുകള്, മാനുഫാക്ചറേഴ്സ്, ഡോക്ടർമാര്, ഇൻഷുറൻസ് കമ്പനികള്, പേഷ്യൻസ്, അല്ലെ, എല്ലാവരും ഈ ചലഞ്ചസ് അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ അല്ലെങ്കിൽ അത് മെച്ചപ്പെടുത്തുന്നതിനുള്ള കാര്യക്ഷമമായിട്ടുള്ള മാർഗങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഉണ്ടോ? are looking forward to efficient means to better these. ഇത് മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ? ഹോസ്പിറ്റലുകാര്, മാനുഫാക്ചറേഴ്സ്, ഡോക്ടേഴ്സ്, ഇൻഷുറൻസ് കമ്പനീസ് ആൻഡ് പേഷ്യൻസ് all are looking. അവരെന്ത് നോക്കാം? forward to efficient means to better these. ഇത് മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു കാര്യക്ഷമമായിട്ടുള്ള മാർഗങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് കാത്തിരിക്കുകയാണ്. And okay, each entity faces different kinds of challenges. ഏതൊരു സ്ഥാപനമായാലും, entity എന്ന് പറഞ്ഞാൽ സ്ഥാപനം, ഏതൊരു സ്ഥാപനമായാലും എന്ത് ഫേസസ്, അവരെന്ത് ഫേസ് ചെയ്യുന്നുണ്ട്? ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ചലഞ്ചസ്, പലതരത്തിലുള്ള വെല്ലുവിളികളെ നേരിടുന്നുണ്ട്. ഏതൊരു സ്ഥാപനമാണെങ്കിലും അവര് പലതരത്തിലുള്ള വെല്ലുവിളികളെ നേരിടുന്നുണ്ട്. അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഈച്ച് എൻറ്റിറ്റി ഫേസസ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ചലഞ്ചസ്. ഏതൊരു സ്ഥാപനമാണെങ്കിലും അവരെന്താ പലതരത്തിലുള്ള വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. And although there have been significant advancement in allied research, the overheads or bottlenecks എന്ന് പറഞ്ഞാൽ തടസ്സങ്ങളാണ്. Do not seem to reduce. On the contrary, they are posing stiffer management difficulties than earlier. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഹോസ്പിറ്റലുകള്, മാനുഫാക്ചറേഴ്സ്, ഡോക്ടേഴ്സ്, ഇൻഷുറൻസ് കമ്പനി, പേഷ്യൻസ്, ഇവരെല്ലാവരും എന്താണ് ഈ ചലഞ്ചുകളെ നേരിടുന്ന അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ കാര്യക്ഷമമായിട്ടുള്ള ആ പ്രവർത്തനങ്ങള് അല്ലെ അതിനെ മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള മാർഗങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഓരോ സ്ഥാപനവും എന്തുണ്ട്? പലതരത്തിലുള്ള ചലഞ്ചസിനെ ഫേസ് ചെയ്യുന്നുണ്ട്. Each entity faces different kinds of challenges. ഓരോ സ്ഥാപനവും പലതരത്തിലുള്ള വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നമുക്ക് ഇവിടെ പറഞ്ഞേക്കുന്നത് അതുമായിട്ട് ഓരോ സ്ഥാപനവും വ്യത്യസ്ത തരത്തിലുള്ള വെല്ലുവിളികളെ നേരിടുന്നു. അതുമായിട്ട് ഏതൊക്കെ വെല്ലുവിളികളാണ് അവര് ഫേസ് ചെയ്യുന്നത് അതിനെ കേന്ദ്രീകരിച്ചിട്ട് അതുമായിട്ടുള്ള ഗവേഷണങ്ങളില് കാര്യക്ഷമമായിട്ടുള്ള പുരോഗതികള് ഉണ്ടായിട്ടും കൂടി അഡ്വാൻസ്മെന്റ് ഇൻ അലൈഡ് റിസർച്ച് ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു മുന്നേറ്റം ആ ഗവേഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അധിക ചെലവുകള് അല്ലെങ്കിൽ അവിടെ വരുന്ന ഓവർഹെഡ്സ് എന്ന് പറഞ്ഞാൽ അധിക ചെലവുകള് അല്ലെങ്കിൽ ബോട്ടിൽനെക്സ് തടസ്സങ്ങള് കുറയ്ക്കുമെന്ന് തോന്നുന്നില്ല. അധിക ചെലവ് അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന തടസ്സങ്ങൾ കുറയ്ക്കുന്നു തോന്നുന്നില്ല. അതായത് ഇതിനെയൊക്കെ മെച്ചപ്പെടുത്താനുള്ള രീതിയിലുള്ള പലതരത്തിലുള്ള ഗവേഷണങ്ങളിൽ മുന്നേറിയിട്ടുണ്ടെങ്കിലും എന്താ അധിക ചെലവ് അല്ലെങ്കിൽ തടസ്സങ്ങള് കുറയ്ക്കുമെന്ന് തോന്നുന്നില്ല. നോക്കിയേ, നേരെ മറിച്ച് on the contrary, they are posting stiffer management difficulties than earlier. അതിന് വിപരീതമായിട്ട് എന്താ അവർ മുമ്പത്തെ ഇതിനേക്കാളും ഇപ്പോഴും കടുത്ത ഒരു മാനേജ്മെന്റ്
ബുദ്ധിമുട്ടുകൾ അവര് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. are posting stiffer management difficulties than earlier. അപ്പൊ മുന്നേ ഉണ്ടായിരുന്നതിനേക്കാളും ഈ തടസ്സങ്ങളെയൊക്കെ മാറ്റുന്നതിനും അധിക ചെലവ് കുറയ്ക്കുന്നതിനും ഒക്കെയുള്ള കാര്യങ്ങളില് നമ്മള് ഈ എന്താണ് പണ്ടുള്ളതിനേക്കാളും ഇപ്പോഴും എന്താണ് മാനേജ്മെന്റ് പല ബുദ്ധിമുട്ടുകളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നിങ്ങള് ആ സെക്കൻഡ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തില്ല. ഓക്കെ, ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്? പാരഗ്രാഫിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഈ ഫസ്റ്റ് പാരഗ്രാഫിന്റെ ഫസ്റ്റ് സെന്റൻസ് എന്താ? ഹോസ്പിറ്റലുകളാണ്, മാനുഫാക്ചറർ, ഡോക്ടർമാര്, ഇൻഷുറൻസ് കമ്പനികള്, പേഷ്യൻസ് എല്ലാവരും ഈ ചലഞ്ചസിനെ മറികടക്കാനായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഇംപ്രൂവ്മെന്റ് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളിൽ ഇംപ്രൂവ്മെന്റ് വരുത്തുന്ന കാര്യക്ഷമമായിട്ടുള്ള മാർഗങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അതായത് ഓരോ സ്ഥാപനവും പലതരത്തിലുള്ള വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ നമ്മുടെ ഈ റിസർച്ചില് ഒരു നല്ലൊരു ഇതിനെ നമ്മൾ എങ്ങനെയൊക്കെ ചലഞ്ചുകളെ നമ്മൾ ഫേസ് ചെയ്യുന്ന വെല്ലുവിളികളെ എങ്ങനെയൊക്കെ നമുക്ക് മെച്ചപ്പെടുത്താം എന്നുള്ള റിസർച്ചിലൊക്കെ മുന്നേറിയിട്ടുണ്ടെങ്കിൽ പോലും അവിടെ ഉണ്ടാകുന്ന അധിക ചെലവുകള് അല്ലെങ്കിൽ തടസ്സങ്ങളെ കുറയ്ക്കുമെന്ന് തോന്നുന്നില്ല. അതായത് എന്താ നമ്മൾ പറഞ്ഞേക്കുന്നത്? മുമ്പുള്ളതിനേക്കാളും ഇപ്പോഴ് എന്താണ് കടുത്ത ഒരു മാനേജ്മെന്റ് ബുദ്ധിമുട്ടുകള് ഇപ്പോൾ സൃഷ്ടിക്കുന്നു. അത് ഉള്ളതിനേക്കാളും ഇപ്പോഴെന്താണ് മാനേജ്മെന്റ് പല ഇങ്ങനെയുള്ള തടസ്സങ്ങളെ മാറ്റാനും അല്ലെങ്കിൽ ഇങ്ങനെ ചലഞ്ചസ് ആണെങ്കിലും എന്താ അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പല ബുദ്ധിമുട്ടുകളും എന്താ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതിനേക്കാളും earlier മുമ്പുള്ളതിനേക്കാളും എന്താ ഇപ്പോഴും മാനേജ്മെന്റ് അതിന് വിപരീതമായിട്ട് അതിനെ ആ ചലഞ്ചുകളെ ഫേസ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ നമ്മൾ അതിനെ തടസ്സങ്ങളെ മാറ്റാനും ഒക്കെയുള്ള ആ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകള് മുമ്പത്തേനേക്കാളും ഇപ്പോഴും മാനേജ്മെന്റ് നേരിട്ടിരിക്കുകയാണ്. ഇനി ഇവിടെ ഓരോന്നും പറഞ്ഞേക്കാണ് കേട്ടോ. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ചലഞ്ചസ്. ഈ ഹെഡിങ്ങുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. എന്തൊക്കെയാണ് ഒരു ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന വെല്ലുവിളികൾ, എന്തൊക്കെയാണ് ചലഞ്ചസ്? ഒന്നാമത്തെയാണ് കണ്ടെയ്നിങ് റൈസിംഗ് കോസ്റ്റ്. ഒന്നാമത്തെ എന്തിനെ സംബന്ധിക്കുന്ന? വർദ്ധിച്ചു വരുന്ന ചെലവുകൾ, റൈസിംഗ് കോസ്റ്റ് ഉണ്ടോ? അതാണ് ഒന്നാമത്തെ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ചലഞ്ചസ് എന്ന് പറയുന്നത്. നമുക്കറിയാം കോസ്റ്റ് പണ്ടത്തെ പോലെയാണോ? ആണോ? കോസ്റ്റ് കൂടുതലല്ലേ അല്ലെ? ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന ചലഞ്ചാണ് കേട്ടോ. ചലഞ്ചസ് എന്തൊക്കെയാ? വെല്ലുവിളികളാണ്. ഒന്നാമത്തെ എന്താണ്? കണ്ടെയ്നിങ് റൈസിംഗ് കോസ്റ്റ്, വർദ്ധിച്ച ചെലവ്. അതാണ് ഒന്നാമത്തെ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ചലഞ്ചസ് എന്ന് പറയുന്നത്. കണ്ടെയ്നിങ് റൈസിംഗ് കോസ്റ്റ്, പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ് പ്രൈസസ്. An aging population which requires more care and the increasing cost of medical technology have contributed to the rising cost of managed care in recent years. First sentence underline ചെയ്തു വെച്ചേ. എന്തൊക്കെയാണ് ആ കോസ്റ്റ് കൂടാനുള്ള ഒരു കാര്യം നോക്കിയേ? പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ് പ്രൈസസ്. നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത ആ മരുന്നിന്റെ വില അല്ലെ? പ്രിസ്ക്രൈബ് ചെയ്ത ഡ്രഗ്സ്, മരുന്നിന്റെ വില. ആൻഡ് ഏജിംഗ് പോപ്പുലേഷൻ വിച്ച് റിക്വയർ മോർ കെയർ. കൂടുതൽ കെയർ ആവശ്യമായിട്ടുള്ള പ്രായമായിട്ടുള്ള ഒരു ആളുകളില്ലേ, പോപ്പുലേഷൻ ഇല്ലേ? ആൻഡ് ഏജിംഗ് പോപ്പുലേഷൻ, പ്രായമായിട്ടുള്ള ആളുകള്, ജനസംഖ്യ. വിച്ച് റിക്വയർ മോർ കെയർ, കൂടുതൽ പരിചരണം ആവശ്യമായിട്ടുള്ള പ്രായമായ ആളുകള്. And the increasing cost of medical technology. മെഡിക്കൽ ടെക്നോളജിയിലുള്ള വലിയ കോസ്റ്റ്, വർദ്ധിച്ചു വരുന്ന ചെലവ് എന്നീ കാര്യങ്ങള് has contributed to the rising cost of managed care in recent years. സമീപ വർഷങ്ങളിലേക്കാളും നിയന്ത്രണ പരിചരണത്തിന്റെ ആ ഒരു കോസ്റ്റ് ഉയരുന്നതിന് ഒരു കോൺട്രിബ്യൂട്ടഡ് സംഭാവന അല്ലെങ്കിൽ അതിന് കാരണമായിട്ടുള്ള കാര്യമാണ്.
ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ കോസ്റ്റ് ഉയർന്നു വരുന്നതിനുള്ള കാരണങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. ആ പ്രിസ്ക്രൈബ് ചെയ്ത ഡ്രഗിന്റെ വില, മരുന്നുകൾ പണ്ടത്തെ പോലെയല്ല അല്ലെ, വില കൂടുതലല്ലേ. പിന്നെ പോപ്പുലേഷൻ, ഈ വയസ്സായിട്ടുള്ള ആളുകൾ, അവർക്ക് കൂടുതൽ കെയർ കൊടുക്കണം. അപ്പൊ അതിൻ്റെതായ ഫെസിലിറ്റികൾ കൊടുക്കണം അല്ലെ, അതിൻ്റെതായ സൗകര്യങ്ങൾ കൊണ്ടുവരണം. അപ്പൊ അതിന് വരുന്ന കോസ്റ്റ്, പിന്നെ മെഡിക്കൽ ടെക്നോളജിയിലുള്ള വർദ്ധിച്ചു വരുന്ന കോസ്റ്റ്, ഇതെല്ലാം നമ്മുടെ മുമ്പുള്ളതിനേക്കാളും ഈ മെഡിക്കൽ രംഗത്ത്, ഹെൽത്ത് ഇൻഡസ്ട്രിയില് കോസ്റ്റ് കൂടാനുള്ള കാരണങ്ങളാണ്. അണ്ടർലൈൻ ചെയ്തോ ഫസ്റ്റ് സെന്റൻസ്. ദ ന്യൂ ഹെൽത്ത് കെയർ ടീം കെയർ റീഫോം ലോ ഈസ് എയിംഡ് അറ്റ് ഹെൽപ്പിംഗ് കൺട്രോൾ കോസ്റ്റ്. അണ്ടർലൈൻ ചെയ്തെടുത്തേ. ഹെൽത്ത് കെയർ റീഫോം ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ കവറേജ് ആണ് കേട്ടോ. ദ ന്യൂ ഹെൽത്ത് കെയർ റീഫോം ലോ ഈസ് എയിംഡ് അറ്റ്, എന്തിനു വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള, ഹെൽപ്പിംഗ് കൺട്രോൾ കോസ്റ്റ്, കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ചെലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഇതാണ് ന്യൂ ഹെൽത്ത് കെയർ റീഫോം ലോ എന്ന് പറയുന്നത്. ഈസ് എയിംഡ് അറ്റ് helping control cost. Proposals to manage cost include the adoption of electronic health record. എന്തുകൊണ്ട് അവിടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്, EHR പഠിച്ചില്ലേ? EHR ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് അല്ലെ, പേഷ്യന്റ് റെക്കോർഡ് തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചില്ലേ HIS അല്ലെ. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിന്റെ അഡോപ്ഷൻ രണ്ടാമത്തെ. ഓക്കെ, ഇലക്ട്രോണിക്, അപ്പൊ ചെലവ് നമുക്ക് കുറയ്ക്കാനായിട്ടുള്ള ഒരു ഇതാട്ടോ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ്, അത് അഡോപ്റ്റ് ചെയ്യുക. പിന്നെ അടുത്ത മോർ ഫോക്കസ് ഓൺ ക്വാളിറ്റി ആൻഡ് എഫിഷ്യൻസി, നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ക്വാളിറ്റിയിലും അതിന്റെ എഫിഷ്യൻസി, കാര്യക്ഷമതയിലും കൂടുതൽ ഫോക്കസ് ചെയ്യുക, അതിന് കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഇനി എംഫസിസ് ഓൺ ലെസ് എക്സ്പെൻസീവ് കേട്ടോ. ഇനി എന്തിന് നമ്മൾ ഊന്നൽ കൊടുക്കണം, ലെസ് എക്സ്പെൻസീവ്, ചെലവ് കുറവുള്ള കാര്യങ്ങൾക്ക് അല്ലെ, ചെലവേറിയ സേവനങ്ങളെക്കാള് നമ്മൾ ചെലവ് കുറഞ്ഞ, അതേ നോക്കി അവിടെ പറഞ്ഞിട്ടുണ്ട്. എംഫസൈസ് ഓൺ ലെസ് എക്സ്പെൻസീവ്, ഫോക്കസിംഗ് ഓൺ പ്രിവെന്റീവ് കെയർ റാദർ ദാൻ കോസ്റ്റ്ലി സർവീസ്. കണ്ടോ, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള സർവീസിനേക്കാളും അല്ലെ, ചെലവേറിയ സേവനങ്ങളെക്കാളും പ്രതിരോധ പരിചരണത്തിന് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതായത് കോസ്റ്റ്ലി സർവീസിനേക്കാളും പ്രിവെന്റീവ് കെയർ, അതിനെ ഫോക്കസ് ചെയ്യുക. And government regulation to keep insurance premium and Medicare payments low. അതുപോലെ തന്നെ ഇൻഷുറൻസ് പ്രീമിയങ്ങള്, മെഡിക്കെയർ പേയ്മെന്റുകളും കുറയ്ക്കുന്നതിനുള്ള സർക്കാർ നിയന്ത്രണങ്ങളും ഇതില് ഉൾപ്പെടുന്നു. അപ്പൊ നമ്മൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, നമുക്ക് ഈ ഹെൽത്ത് ഇൻഡസ്ട്രിയില് വരുന്ന ഒരു കാര്യം, അവര് നേരിടുന്ന, ഹെൽത്ത് ഇൻഡസ്ട്രി നേരിടുന്ന വെല്ലുവിളിയില് വരുന്ന ഒരു കാര്യമാണ് റൈസിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഉയർന്ന കോസ്റ്റ് എന്ന് പറയുന്നത് അത് എന്തിനെ സംബന്ധിക്കുന്നതാണ്, ഈ ഡ്രഗ്സിന്റെ, പ്രിസ്ക്രൈബ് ചെയ്ത ഡ്രഗ്സിന്റെ പ്രൈസ്, പിന്നെ ഈ നമ്മുടെ ഏജിങ് പോപ്പുലേഷന് വേണ്ടിയിട്ടുള്ള കൂടുതൽ കെയർ ആവശ്യമായിട്ട് വരുമ്പോൾ, പിന്നെ മെഡിക്കൽ ടെക്നോളജിയിലുള്ള ഇൻക്രീസിങ് കോസ്റ്റ്, ഇതെല്ലാം നമുക്ക് ഈ മുമ്പുള്ളതിനേക്കാൾ ഇവിടെ കോസ്റ്റ് കൂടാനായിട്ടുള്ള ഒരു കാര്യങ്ങളായി പറഞ്ഞേക്കുന്നത്. അണ്ടർലൈൻ ചെയ്തിടാം. പിന്നെ ഒരു പുതിയ റീഫോം, ഹെൽത്ത് കെയർ റീഫോം ലോ എന്തിനാണ്, കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞേക്കാണ് കോസ്റ്റിനെ മാനേജ് ചെയ്യാൻ, ഈ ഉയർന്ന ചെലവ് എന്ന് പറഞ്ഞു അതൊരു ചലഞ്ചാണ്, അതിനെ മാനേജ് ചെയ്യാൻ എന്ത് പ്രപ്പോസ് ചെയ്യാ, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ അഡോപ്റ്റ് ചെയ്യുക അല്ലെ. ഇപ്പൊ കോസ്റ്റ് കുറയ്ക്കാനുള്ള കാര്യമായിട്ടോ പറഞ്ഞേക്കുന്നത്. പ്രപ്പോസൽസ് ടു മാനേജ് കോസ്റ്റ് ഏതൊക്കെയാ പറഞ്ഞേക്കുന്നത്, ഈ നമ്മള് പേഷ്യന്റ് മറ്റുള്ള ഇതിനകത്ത് നമ്മുടെ എന്താ പറയുക, ഇപ്പൊ ഈ ഹെൽത്ത് ഇൻഡസ്ട്രിയില് നമ്മളവിടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ ഫോക്കസ് ചെയ്യുക. ഫാസ്റ്റ്ലി ആണ് നമ്മൾ അതിന്റെ അഡ്വാൻറ്റേജ് ഒക്കെ പഠിച്ചതല്ലേ, അത് അഡോപ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ ചെലവ് കുറയ്ക്കാൻ പറ്റും. പിന്നെ ക്വാളിറ്റി എഫിഷ്യൻസിയിൽ കൂടുതൽ പേഷ്യൻസിന് കൊടുക്കുന്ന ക്വാളിറ്റിയില്, എഫിഷ്യൻസിയില്, ഇതിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങള്
ചെലവ് കുറഞ്ഞതിന് ഊന്നൽ കൊടുക്കുക. പിന്നെ അതുപോലെ കോസ്റ്റ്ലി സർവീസിന് പകരം നമ്മള് പ്രിവെന്റീവ് കെയർ അതിനെ ഫോക്കസ് ചെയ്യുക. ആൻഡ് ഗവൺമെന്റ് റെഗുലേഷൻസ് ടു കീപ് ദ ഇങ്ങനെയുള്ള ഇൻഷുറൻസ് പ്രീമിയം മെഡിക്കെയർ പേയ്മെന്റ്സുകൾ കുറയ്ക്കുന്നതിനുള്ള സർക്കാർ നിയന്ത്രണങ്ങള്, ഇൻഷുറൻസ് പ്രീമിയങ്ങള് മെഡിക്കെയർ പേയ്മെന്റ്സുകളൊക്കെ കുറയ്ക്കുന്നതിനുള്ള ഒരു സർക്കാർ നിയന്ത്രണങ്ങള് എന്നിവയൊക്കെ എന്തിനു പ്രപ്പോസ് ചെയ്യുക, കോസ്റ്റ് മാനേജ് ചെയ്യാനായിട്ട് ഉൾപ്പെടുത്തുക. എന്നീ കാര്യങ്ങള് നമ്മൾ കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തുക. ഫസ്റ്റും സെക്കൻഡും സെന്റൻസ് അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചു. പിന്നെ അടുത്തതിൽ ജസ്റ്റ് ആ പോയിന്റ്സ് വേണമെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണ് കോസ്റ്റ് കുറയ്ക്കുന്നതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കണം എന്നുള്ളത്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് അഡോപ്റ്റ് ചെയ്യുക, ക്വാളിറ്റി എഫിഷ്യൻസിക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക, ലെസ് എക്സ്പെൻസീവിന് ഊന്നൽ കൊടുക്കുക, പിന്നെ കോസ്റ്റ്ലി സർവീസിന് പകരം നമ്മൾ പ്രിവെന്റീവ് കെയറിന് ഫോക്കസ് ചെയ്യുക. ഗവൺമെന്റ് റെഗുലേഷൻ, ഗവൺമെന്റ് നിയന്ത്രണങ്ങൾ, ഇൻഷുറൻസ് പ്രീമിയം മെഡിക്കെയർ പേയ്മെന്റ്സുകള് ഇതിലൊക്കെ എന്താണ് സർക്കാർ നിയന്ത്രണങ്ങള് ഇതൊക്കെ ഉൾപ്പെടുത്തുക. ഇതൊക്കെ കോസ്റ്റ് കുറയ്ക്കാനുള്ള, ആ കോസ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഇനി അടുത്തതാണ് ഹെൽത്ത് ഇൻഡസ്ട്രി നേരിടുന്ന ഒരു ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഇററുകള്, മെഡിക്കൽ പിശകുകളിൽ ഉണ്ടാകുന്ന കാര്യം. മെഡിക്കൽ പിശകുകൾ വരാം. The incidence of medical errors resulting in patient death is an issue of critical importance to the healthcare industry. പേഷ്യൻസിന്റെ ഡെത്തിൽ കലാശിക്കുന്ന മെഡിക്കൽ ഇററുകള്, അല്ലെ, മെഡിക്കൽ പിശകുകൾ വന്നാൽ നമുക്ക് ചിലപ്പോ ആ രോഗിയുടെ മരണത്തിൽ കലാശിക്കാം. അങ്ങനെയുള്ള സംഭവങ്ങള്, പേഷ്യൻസിന്റെ ഡെത്തില് മരണത്തില് കലാശിക്കുന്ന മെഡിക്കൽ പിശകുകളുടെ സംഭവങ്ങള് ഹെൽത്ത് ഇൻഡസ്ട്രിയില് എന്തുണ്ട്, നിർണായകമായിട്ടുള്ള ഒരു വിഷയമാണെന്ന് നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട വിഷയമാണ്. ഏത് ഹെൽത്ത് ഇൻഡസ്ട്രിയില് നമ്മൾ ആ മെഡിക്കൽ ഇററുകളില് ഉണ്ടാകുന്ന മെഡിക്കൽ ഇറർ എന്ന് പറഞ്ഞ സംഭവം അതെന്തില് ഒരു ചെറിയ പിശകല്ല, പേഷ്യൻസിന്റെ ഡെത്തിൽ കലാശിക്കുന്ന മെഡിക്കൽ പിശകുകള് അത് ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ഇറർ തന്നെയാണ് അല്ലെ. ഒരു മെഡിക്കൽ പിശകുകൾ വന്ന ഒരു പേഷ്യന്റ് മരിച്ചു പോവുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ചലഞ്ച് അല്ലേ, ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അല്ലെ. അങ്ങനെ ഒരു ഈ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് പിശകുകൾ വന്നിട്ട് ഒരു പേഷ്യന്റ് മരിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ് അല്ലെ. അങ്ങനെയുള്ളത് ആ ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ സ്റ്റഡി by Health Grade shows that between 2004 and 2006 medical errors caused more than 2 lakhs deaths and cost Medicare nearly 9 billion. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത് കണ്ടോ, 2004-നും 2006-നും 2004-നും 2006-നും ഇടയില് മെഡിക്കൽ ഇറേഴ്സ് എന്ന് പറയുന്നത് 2 lakh ഡെത്ത്സ് ആണ്. 2 ലക്ഷത്തോളം ഡെത്തുകള് അല്ലെ ഡെത്തിന് കാരണമാകുകയും ഈ ഇവിടെ എന്താ സംഭവിച്ചേ, ഈ മെഡിക്കെയറിന് ഏകദേശം $9 ബില്യൺ ചെലവ് വരികയും ചെയ്തു. ഇങ്ങനെ ഇവര് ഈ നമ്മുടെ മെഡിക്കെയർ ക്ലെയിമുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നല്ലേ. മെഡിക്കെയർ 65 വയസ്സിനോ അതിൽ കൂടുതൽ പ്രായമുള്ള ആളുകള് വ്യക്തികൾക്കും ഒക്കെ അല്ലെങ്കിൽ ചെറുപ്പക്കാർക്കൊക്കെ വേണ്ടി അവർക്ക് കവറേജ് ചെയ്യുന്ന ഒരു യുണൈറ്റഡ് സ്റ്റേറ്റിന്റെ ഒരു ഫെഡറൽ ഫണ്ടാണ്. അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാംസ്. ഈ മെഡിക്കെയർ എന്ന് പറയുന്നത്, മെഡിക്കെയർ പ്രായമായിട്ടുള്ളവർക്കും ചെറുപ്പക്കാർക്കും ഒക്കെ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്ന ഒരു ഫണ്ട്, ഒരു ഫെഡറൽ യുണൈറ്റഡ് സ്റ്റേറ്റിലെ ഒരു ഫെഡറൽ ഫണ്ടാണ് ഈ മെഡിക്കെയർ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഈ മെഡിക്കൽ പിശകുകൾ വന്ന് പേഷ്യൻസ് മരിക്കുക എന്ന് പറയണത് ഒരു ഹെൽത്ത് ഇൻഡസ്ട്രി നേരിടുന്ന ഒരു ചലഞ്ച് തന്നെയാണ്. അപ്പൊ അവിടെ ഒരു സെൻസസ് പോലെ പറഞ്ഞേക്കാണ് 2004-നും 2006-നും ഇടയില് മെഡിക്കൽ പിശകുകള് വന്നേക്കുന്നത്. മെഡിക്കൽ പിശകുകൾ വന്ന് മരണം സംഭവിച്ചത് എത്ര പേരാ, 2 വർഷത്തിനിടയില് 2 ലക്ഷത്തോളം ആളുകളാണ് അങ്ങനെ വന്നേക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ അവർക്ക് ക്ലെയിം കൊടുക്കണ്ടേ. മെഡിക്കെയറിന് വന്നത് ചെലവായത് എത്രയാണ്, $9 ബില്യൺ മെഡിക്കെയറിന്
എന്ത് പറ്റി? ഇത് വന്ന് ചെലവ് വന്നു. അതാണ് പുതിയ ഇത് പറയണത്. In 2008, 2008 ആയപ്പോഴത്തേക്ക് മെഡിക്കെയർ എന്ത് ചെയ്തു എന്നറിയോ? മെഡിക്കെയർ ഡിക്ലെയർ ചെയ്തു that it would not cover the treatment for 8 avoidable medical errors. കണ്ടോ, 2008 ആയപ്പോഴത്തേക്ക് മെഡിക്കെയർ ഡിക്ലെയർ ചെയ്തു എന്താ, അവര് കവറേജ് കൊടുക്കുന്നില്ല. ഏതിന്? for 8 avoidable medical errors. അല്ലെ, 8 ഇതിന് ഒഴിവാക്കാൻ പറ്റാത്ത 8 മെഡിക്കൽ ഇററുകൾക്ക് അവര് കവറേജ് കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. ആര്? മെഡിക്കെയർ തീരുമാനിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? 2004-നും 2006-നും ഇടയിൽ 2 ലക്ഷത്തോളം ആളുകളാണ് മരിച്ചത്. ഈ മെഡിക്കൽ എറർ വന്നിട്ട് 2 ലക്ഷത്തോളം ആളുകളാണ് മരിച്ചത്. ആ ഒരു വഴിയില് $9 ബില്യൺ ഈ മെഡിക്കെയറിന് ചെലവ് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു മെഡിക്കെയർ? 2008 മെഡിക്കെയർ ഡിക്ലെയർ ചെയ്തു 8 ഒഴിവാക്കാൻ പറ്റുന്ന മെഡിക്കൽ ഇററുകൾക്ക് അവര് കവറേജ് കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അത് നോക്കി, ഏതൊക്കെയാ? for 8 avoidable medical errors including leaving surgical tools inside the patient and the catheter patient and catheter related urinary tract infection. ഏതൊക്കെയാ 8 ഒഴിവാക്കാൻ പറ്റുന്ന മെഡിക്കൽ എറർ എന്ന് പറഞ്ഞാൽ? leaving surgical tools inside the patient. ചിലപ്പോ സർജറി ഒക്കെ ചെയ്യുമ്പോൾ എന്താ മെഡിക്കൽ പിശക് വരുന്നതാണ്. എന്തെങ്കിലും സർജിക്കൽ ആയിട്ട് ടൂൾസ് ചിലപ്പോ പേഷ്യൻസിന്റെ ബോഡിയിൽ വെച്ച് മറന്നു പോകാം. അങ്ങനെയുള്ള സംഭവം കേട്ടിട്ടില്ലേ? അല്ലേ? കേട്ടിട്ടില്ലേ? സർജറി ഒക്കെ ചെയ്യുമ്പോൾ അല്ലെ, അങ്ങനെ ഉണ്ടാക്കുന്ന മെഡിക്കൽ പിശകുകള്. പിന്നെ catheter related urinary tract infection, catheterമായിട്ട് ബന്ധപ്പെട്ട യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്രനാളിയിൽ ഉണ്ടാകുന്ന അണുബാധ, ഇങ്ങനെയുള്ള 8 തരത്തില് ഒഴിവാക്കാൻ പറ്റുന്ന ഈ മെഡിക്കൽ ഇററുകൾക്ക് ഈ മെഡിക്കെയർ കവറേജ് കൊടുക്കുന്നില്ല എന്ന് 2008 ആയപ്പോൾ ഡിക്ലെയർ ചെയ്തു. Hospital looking at way to reduce patient death, including procedure checklist and safety training. Procedure checklistum അതുപോലെ തന്നെ സുരക്ഷാ നടപടികളും ഉൾപ്പെടെ പേഷ്യന്റിന്റെ മരണം കുറയ്ക്കുന്നതിനുള്ള വഴികള് ഈ ഹോസ്പിറ്റല് നോക്കിക്കൊണ്ടിരിക്കുന്നു. Hospitals are looking at a way to reduce the patient death. അങ്ങനെ ഈ മെഡിക്കൽ പിശകുകൾ വന്ന പേഷ്യൻസ് മരിക്കുന്നത് അല്ലെ, അതിനെ കുറയ്ക്കാനുള്ള മാർഗങ്ങള് ഈ ഹോസ്പിറ്റലുകള് നോക്കുന്നു. ഇൻക്ലൂഡിങ് പ്രൊസീജിയറൽ ചെക്ക് ലിസ്റ്റ് ആൻഡ് സേഫ്റ്റി ട്രെയിനിങ്. പ്രൊസീജിയറൽ ചെക്ക് ലിസ്റ്റും അവിടുത്തെ ഓരോന്നിനും നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ഒരു ചെക്ക് ലിസ്റ്റ്, സേഫ്റ്റി ട്രെയിനിങ്, ഇത് ഉൾപ്പെടെയുള്ള പേഷ്യൻസിന്റെ ഡെത്ത് കുറയ്ക്കുന്ന മെഡിക്കൽ എറർ വന്ന വഴി പേഷ്യൻസിന്റെ ഡെത്ത് കുറയ്ക്കുന്ന കാര്യങ്ങള് ഹെൽത്ത് ഹോസ്പിറ്റലുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. The incidence of medical error resulting in patient death is an issue of critical importance to the healthcare industry. Underline ചെയ്തോ? ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ. പിന്നെ അതിനകത്ത് മെഡിക്കെയറിന്റെ ഇതൊക്കെ പറഞ്ഞേക്കണം കേട്ടോ. മെഡിക്കൽ എററുകള് എത്രത്തോളം ഉണ്ട് ആ ഡേറ്റ്. അതുകൊണ്ട് മെഡിക്കെയർ എന്ത് ചെയ്തു? 2008 ആയപ്പോഴത്തേക്കും എന്ത് ചെയ്തു? ആ ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നില്ല. 8 ഒഴിവാക്കാൻ പറ്റുന്ന മെഡിക്കൽ പിശകുകൾക്ക് കവറേജ് കൊടുക്കുന്നില്ല എന്ന് ഡിക്ലെയർ ചെയ്തു. അതിൽ വരുന്നതാണ് സർജിക്കൽ ടൂൾസ് ഇൻസൈഡ് ദ പേഷ്യന്റ്, ലിവിങ് സർജിക്കൽ ടൂൾ ഇൻസൈഡ് പേഷ്യൻസ് എന്നും യൂറിനറി catheter related urinary tract infection പോലുള്ള 8 ഒഴിവാക്കാൻ പറ്റുന്ന മെഡിക്കൽ ഇററുകൾക്ക് കവറേജ് കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അപ്പോ ഇങ്ങനെ ഇത് പിശകുകൾ കുറയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലുകളിൽ അതിനുള്ള മാർഗങ്ങൾ നോക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തതാണ് ക്വസ്റ്റ്യനബിൾ റിസൾട്ട് ഫ്രം ഹൈ കോസ്റ്റ്. ക്വസ്റ്റ്യനബിൾ എന്ന് വെച്ചാൽ സംശയാസ്പദമായിട്ടുള്ള റിസൾട്ട്. ഏതാ? ഉയർന്ന കോസ്റ്റിൽ നിന്ന് വരുന്ന ആ സംശയാസ്പദമായിട്ടുള്ള ഫലങ്ങൾ. നോക്കിയേ, the US spent 18% of its GDP on health care. GDP എന്ന് പറഞ്ഞാൽ ഗ്രോസ്
ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. നോക്കിയേ, ഈ US യുണൈറ്റഡ് സ്റ്റേറ്റ് 18% ഈ ഹെൽത്ത് കെയറിൽ അവരുടെ ആരോഗ്യ പരിചരണത്തിന് വേണ്ടി കൊടുക്കാൻ അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യാണ് US. ഏതാ? മോർ ദാൻ എനി അതർ നേഷൻ. Yet the health of Americans on average is no better than in many countries that spend less. ഇവിടെ പറഞ്ഞിരിക്കുന്നത് US-ലെ യുണൈറ്റഡ് സ്റ്റേറ്റ് 18% ഹെൽത്ത് കെയർ, ആ US-ലെ ആളുകളുടെ ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് 18% ചെലവഴിക്കാം. അവരുടെ കോസ്റ്റില്ലേ അത് 18% ചെലവഴിക്കുകയാണ്. ഈ US 18%, അത് ഏതാ? GDP-യുടെ 18% അവര് ഏതാണ്? ഈ ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് അവര് ചെലവഴിക്കുന്നു. അത് ഏതാണ്? മറ്റേത് രാജ്യത്തെക്കാളും US ചെലവഴിക്കുന്നത് കൂടുതൽ തന്നെയാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് രാജ്യവും അവരുടെ കോസ്റ്റിന്റെ ഈ ഹെൽത്ത് കെയറിന് ചെലവഴിക്കുന്നതിനേക്കാൾ US ചെലവഴിക്കുന്നത്, യുണൈറ്റഡ് സ്റ്റേറ്റ് ചെലവഴിക്കുന്നത് 18%. അത് കൂടുതലാണെന്നാ പറയുന്നത്. US കൂടുതൽ ഹെൽത്ത് കെയറിന് വേണ്ടി ചെലവഴിക്കും. അങ്ങനെ വരുമ്പോ നോക്കിയേ, അതെ, more than any other nation, yet the health of Americans on average is no better than in many countries that is spent less. അതായത് ഈ മറ്റുള്ള രാജ്യങ്ങൾ കുറവാ ചെലവഴിക്കണോളൂ എന്ന് പറഞ്ഞു. ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങൾ കുറച്ചാണ് ചെലവഴിക്കുന്നുള്ളൂ, എന്നാൽ US കൂടുതൽ ചെലവഴിക്കുന്നുണ്ട്. അങ്ങനെ വരിക്കുമ്പോൾ നോക്കിയേ, അവർക്കുടെ ആ ഒരു അമേരിക്കയുടെ ആരോഗ്യം എന്ന് പറയുന്നത്, അമേരിക്കയുടെ ഹെൽത്ത് കൂടണ്ടേ? ഹെൽത്ത് കെയറിന് വേണ്ടി അമേരിക്കയാണ് കൂടുതൽ ചെലവാക്കുന്നത് കോസ്റ്റ്. ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് അമേരിക്ക കൂടുതൽ കോസ്റ്റ് ചെലവാക്കുന്നുണ്ട്. അത് മറ്റു രാജ്യങ്ങൾ ചെലവാക്കുന്നതിനേക്കാൾ അമേരിക്ക ചെലവാക്കുന്നുണ്ട്. എന്നാലും അമേരിക്കയുടെ ആ ഹെൽത്ത് എന്ന് പറയുന്നത് ശരാശരി കുറച്ച് പൈസ ചെലവഴിക്കുന്നവരെ രാജ്യങ്ങളെ അപേക്ഷിച്ചിട്ട് മെച്ചല്ല എന്ന് പറഞ്ഞേക്കണേ. On average, it is no better than many other countries. കുറച്ച് പൈസ ഹെൽത്ത് കെയറിന് വേണ്ടി കുറച്ച് പൈസ ചെലവഴിക്കുന്ന രാജ്യത്തേക്കാൾ അമേരിക്ക കൂടുതൽ ചെലവഴിക്കണ്ടല്ലോ, പക്ഷെ അവർക്കുടെ ആ ഹെൽത്ത് കെയർ അത്രയും മെച്ചമല്ല. കൂടുതൽ ചെലവഴിക്കുമ്പോ അത് ഹെൽത്ത് കെയർ ഇംപ്രൂവ് തന്നെ ചെയ്യണ്ടേ? അപ്പൊ നോക്കിയാൽ കുറച്ച് ചെലവഴിക്കുന്ന രാജ്യങ്ങളെക്കാളും അമേരിക്ക കൂടുതൽ ചെലവഴിക്കുന്നുണ്ട്. US കൂടുതൽ ചെലവഴിക്കുന്നുണ്ട് ഹെൽത്ത് കെയറിന്. പക്ഷെ അത് വെച്ച് അവര് ചെലവഴിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ എന്താണ്? അത് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഹെൽത്ത് കെയർ US-ൽ അത്രയും മെച്ചമല്ല. WHO എന്താ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പഠിച്ചതാണ്. Ranking of life expectancy list the US as the 34th in the world. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. WHO-ന്റെ നമ്മളെ ആ ലൈഫ് എക്സ്പെക്ടൻസി ലിസ്റ്റ്, ഒരു ആയുർദൈർഘ്യ ലിസ്റ്റിനകത്ത് US എത്രാമത്തെ? 34ാമത്തെ സ്ഥാനത്താണ് ലോകത്ത്. WHO ranking of life expectancy list the US as the 34th in the world. ലോകത്ത് വെച്ച് നോക്കുമ്പോൾ 34ാമത്തെ സ്ഥാനത്താണ് US എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, among the developed nation the US as the 34 in the world. Among developed nations, the US has one of the highest infant mortality rate at about 6 per 1000 new birth. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ. അതായത് നമ്മളെ ഈ ഡെവലപ്ഡ് വികസിത രാജ്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ US-ന് ഏതാ? ഹയസ്റ്റ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആണ്. ശിശുമരണ നിരക്ക് US-ല് ശിശുമരണ നിരക്ക് എങ്ങനെയാണ്? ഹയസ്റ്റ് ആണ്, കൂടുതലാണ്. 6 ആണ്. 6 per 1000 ബർത്ത്. 1000 ബർത്തില് 6 ആണ് എന്നുള്ള രീതിയിൽ അവിടെ എന്താണ്? US-ല് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കൂടുതലാണ്. Adult and childhood obesity level are among the highest in the world. പിന്നെ adult child obesity എന്ന് പറഞ്ഞാൽ അമിതവണ്ണം, പൊള്ളത്തടി അല്ലെ, അതിലും ഹയസ്റ്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത്
ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അത് എത്രാമത്തെ പൊസിഷൻ ആണെന്ന് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തിട്ടോ അതിനകത്ത്. WHO റാങ്കിങ് ഓഫ് ലൈഫ് എക്സ്പെക്ടൻസി ലിസ്റ്റ് US എന്ന് പറയുന്നത് എത്രാമത്തെ 34th ഇൻ ദ വേൾഡ്. വേറെ ഒന്നും അങ്ങനെ ചോദിക്കാനായിട്ടില്ല. മോർട്ടാലിറ്റി റേറ്റ് 6/1000 live birth. പാർട്ട്നറിംഗ് വിത്ത് ദ ഡോക്ടേഴ്സ്, പങ്കാളിത്തം. പാർട്ട്നറിംഗ് വിത്ത് ഡോക്ടേഴ്സ്, പാർട്ട്ണർഷിപ്പ് ഇല്ലേ, പാർട്ട്ണർഷിപ്പ്, ഇത് ഡോക്ടറുമായിട്ടുള്ള ഒരു പങ്കാളിത്തം. ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ്സ് നീഡ് ടു ഡെവലപ്പ് റിലേഷൻഷിപ്പ് വിത്ത് doctors who obviously play a key role in the healthcare industry. എന്താ പറഞ്ഞാൽ ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ്സ് ഈ ഡോക്ടേഴ്സുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണ്. അണ്ടർലൈൻ ചെയ്യുക സെന്റൻസ്. Healthcare executives need to develop relationship between doctors. എങ്ങനെയുള്ളത്? Who obviously play a key role in the industry. ഒരു ഇൻഡസ്ട്രിയില്, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയില് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഡോക്ടേഴ്സുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് നേടിയെടുക്കുക എന്നുള്ളത് ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ്സിന്റെ അതൊരു വളർത്തിയെടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് അവരുടെ ആവശ്യമാണ്. Partnering with the doctors often doesn't happen effectively. If the hospital and other medical facilities are to change, better relationship are needed. But ഡോക്ടേഴ്സുമായിട്ടുള്ള പങ്കാളിത്തം, അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പലപ്പോഴും അത് അങ്ങനെ സംഭവിക്കണമെന്നില്ല. അല്ലെങ്കിൽ ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ്സ് ഡോക്ടേഴ്സുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യണം, പക്ഷെ അത് എപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. If the hospital and other medical facilities are to change, ഹോസ്പിറ്റലും മറ്റ് ഹെൽത്ത് മെഡിക്കൽ ഫെസിലിറ്റികളും ഒക്കെ അതിന്റെയൊക്കെ ആ ഒരു ഫെസിലിറ്റികൾ മാറണമെങ്കിൽ എന്ത് വേണം? ഒരു മെച്ചപ്പെട്ട ഒരു റിലേഷൻഷിപ്പ് ആവശ്യമാണ്. If the hospital and other medical facilities are to change, ഇത് ചേഞ്ച് ചെയ്യണമെങ്കിൽ, ഹോസ്പിറ്റലും മെഡിക്കൽ ഫെസിലിറ്റി ഒക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ആവശ്യമാണ്. അതിന് ഫസ്റ്റ് സെന്റൻസ് ഒന്നാണ് ലൈൻ ചെയ്തിട്ട്. Need to develop a relationship with dash, ആർക്കുമായിട്ടുള്ള ഡോക്ടേഴ്സുമായിട്ടുള്ള ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ്സ് നേടിയെടുക്കണം, വളർത്തേണ്ടതുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് വേ ഫോർവേഡ് ആൻഡ് ജിഒവിസ് കോൺട്രിബ്യൂഷൻ. വേ ഫോർവേഡ് ആൻഡ് ജിഒവിസ് കോൺട്രിബ്യൂഷൻ. ഈ ജിഒവിസ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വിഷയങ്ങള്, അതിന്റെ വിഷ്വലൈസേഷനും അത് അനലൈസ് ചെയ്യുക, വിശകലനത്തിനും ടൂളുകള് വാഗ്ദാനം ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ. ഓർഗനൈസേഷൻ ഞാൻ പറയാം, അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, the healthcare industry is inherently complex and facing significant structural changes that require every provider to organize around a new set of standards, including value, accountability, quality, efficiency, and transparency. The healthcare industry is inherently അന്തർലീനമായിട്ടുള്ള, കോംപ്ലക്സ് സങ്കീർണമായിട്ടുള്ള, and facing significant structural changes, അല്ലെ, ഒരു ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങളെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അതില് നമുക്ക് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള, സങ്കീർണമായിട്ടുള്ള, ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങളെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അതിന് എന്ത് വേണം? ഓരോ പ്രൊവൈഡേഴ്സിനും that require every provider to organize, ഓരോ പ്രൊവൈഡേഴ്സിനും അതിനുള്ള ഒരു ഉത്തരവാദിത്വം, അതിന്റെ ഗുണനിലവാരം, സ്റ്റാൻഡേർഡ്സ്, ഇൻക്ലൂഡിംഗ് വാൽവ്, അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്വം, ക്വാളിറ്റി, എഫിഷ്യൻസി ആൻഡ് ട്രാൻസ്പെറൻസി, കാര്യക്ഷമത, സുതാര്യത എന്നിവ ഉൾപ്പെടെയുള്ള ഓരോ സ്റ്റാൻഡേർഡുകള് സംഘടിപ്പിക്കേണ്ടതുണ്ട്. ആ ഒരു മാറ്റം വേണമെന്ന് പറഞ്ഞു നമ്മള്, അല്ലെ. ഹെൽത്ത് കെയർ
ഹെൽത്ത് ഇൻഡസ്ട്രി എന്താണ് ഒരു ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങളിലെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ഹെൽത്ത് ഇൻഡസ്ട്രി എന്താണ് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെ ആൻഡ് ഫേസിങ് സിഗ്നിഫിക്കന്റ് സ്ട്രക്ചറൽ ചേഞ്ചസ്, ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങളെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അതിനെന്ത് വേണം? ആ മാറ്റങ്ങളെ അത് അഭിമുഖീകരിക്കുന്നതിന് വേണ്ടിയിട്ട് every provider organize around a new set of standards. ഇതിന് വേണ്ടിയിട്ട് ഓരോ പ്രൊവൈഡറും പുതിയ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സുകൾ എന്ത് ഓർഗനൈസ് ചെയ്യേണ്ടതുണ്ട്, സംഘടിപ്പിക്കേണ്ടതുണ്ട്. പുതിയ രീതിയിലുള്ള ഒരു ഗുണനിലവാരം സ്റ്റാൻഡേർഡ് മാനദണ്ഡങ്ങള് അവര് സംഘടിപ്പിക്കേണ്ടതുണ്ട്. ഏതുൾപ്പെടെ വാൽവുകളെ സംബന്ധിക്കുന്ന ഉത്തരവാദിത്തങ്ങള്, ക്വാളിറ്റി, എഫിഷ്യൻസി, ട്രാൻസ്പെറൻസി, സുതാര്യത എന്നിവയെ സംബന്ധിക്കുന്ന പുതിയ സ്റ്റാൻഡേർഡ്സുകള് ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഓർഗനൈസ് ചെയ്യേണ്ടതുണ്ട്, സംഘടിപ്പിക്കേണ്ടതുണ്ട്. അത്രയൊന്ന് നോക്കി വെക്കുക കേട്ടോ. കുറച്ച് എടുക്കുന്നുള്ളൂ, ഒരുപാട് ഓടിച്ചു പോകുന്നില്ല. ഇത്ര അറിയാലോ നിങ്ങൾക്ക്, ഇത് ഇത്ര മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അണ്ടർലൈൻ ചെയ്ത് തന്നേക്കുന്നത്, നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ മോക്ക് ടെസ്റ്റിൽ തന്നേക്കുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇത് ഓരോ സെന്റൻസും നമുക്ക് ബൈഹാർട്ട് ചെയ്ത് ഫുള്ള് നമുക്ക് ഇതാക്കി വെക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ് ഇത്. അതുകൊണ്ട് നമ്മൾ മോക്ക് ടെസ്റ്റുകളും അണ്ടർലൈൻ ചെയ്തതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് വെക്കുക. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. കുറച്ച് എടുത്തിട്ടുള്ളൂ. ഓക്കെ, ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.